Good morning to all. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ മാർക്കോച്ചൈൻ്റെ പ്രോബ്ലമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഇനിയും കൂടുതൽ പ്രോബ്ലം വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചെയ്യാം മാർക്കോച്ചൈൻ്റെ ഒക്കെ. ഇനി നമുക്ക് ഒരു പുതിയൊരു സെക്ഷൻ, അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാർക്കോച്ചൈൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ റാൻഡം പ്രോസസ് ആയിരുന്നു. ഓക്കെ, അതേപോലെയുള്ള വേറൊരു സ്പെഷ്യൽ റാൻഡം പ്രോസസ്സിനെ പറ്റിയാണ് ഈ ക്ലാസ്സിൽ പറയുന്നത്. പോയിസോൺ പ്രോസസ്. പോയിസോൺ പ്രോസസ് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റാൻഡം പ്രോസസ് തന്നെയാണ്. ഒരുപാട് തരത്തിലുള്ള സ്പെഷ്യൽ റാൻഡം പ്രോസസ്സുകളുണ്ട്. ബൈനോമിയൽ പ്രോസസ്, നോർമൽ പ്രോസസ്, ഓക്കെ. അതിലുള്ള നമുക്കിപ്പോൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് പോയിസോൺ പ്രോസസ് ആണ്. അപ്പൊ എന്താണ് പോയിസോൺ പ്രോസസ് എന്ന് നോക്കാം. ഓക്കെ, അതിന് മുന്നേ നമ്മൾ ആദ്യം ഒരു ഡെഫിനിഷൻ, കൗണ്ടിങ് പ്രോസസ്. കൗണ്ടിങ് പ്രോസസ് എന്താന്ന് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ കൗണ്ടിങ് പ്രോസസ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റാൻഡം പ്രോസസ് തന്നെയാണ്. ഓക്കെ, എ റാൻഡം പ്രോസസ് x of t greater than or equal to 0 is called a counting process if x of t represent the total number of events that have occurred in the interval 0t, that is x of t satisfy the following condition. First condition, x of t greater than or equal to 0, comma x of 0 equal to 0. Second condition, x of t takes only integer values, positive integer values. Third condition, x of t is monotone, non-decreasing. ഇതെന്താന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഫോർത്ത് പ്രോപ്പർട്ടി, x of t minus x of s is equal to is that number of events in the interval st, where s less than t. എന്താണ് കൗണ്ടിങ് പ്രോസസ്? ഒരു റാൻഡം പ്രോസസ്. അതിനെ കൗണ്ടിങ് പ്രോസസ് എന്ന് വിളിക്കണമെങ്കിൽ ഈ രീതിയിലുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണ്. എക്സ് ഓഫ് ടി എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്? ഓക്കെ, എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇവന്റ് ആണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത് ഈ എക്സ് ഓഫ് ടി ഉപയോഗിച്ച്. എക്സ് ഓഫ് ടി റെപ്രസെന്റ് ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് ദാറ്റ് ഹാവ് ഒക്കേർഡ് ഇൻ ദ ഇന്റർവൽ 0 to t. സ്റ്റാർട്ടിംഗ് ടൈം 0 ആണ്. 0 മുതൽ t എന്ന് പറയുന്ന ടൈം വരെയുള്ള ആ ഇന്റർവെല്ലിൽ എത്ര ഇവന്റുകൾ ഒക്കർ ചെയ്തു
അല്ലെങ്കിൽ സംഭവിച്ചു, ആ എണ്ണമാണ് നമ്മൾ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഷോപ്പ് കൺസിഡർ ചെയ്യാം. ആ സൂപ്പർ മാർക്കറ്റിൽ സ്റ്റാർട്ടിങ് ടൈം 0, ഇപ്പോൾ ഷോപ്പ് തുറന്നു ഒരു ടൈമാണ് നമ്മൾ സ്റ്റാർട്ടിങ് ടൈമായിട്ട് എടുക്കുന്നത് വിചാരിക്കുക. ആ ടൈം തൊട്ട് ഒരു പ്രത്യേക ടൈം ടി വരെയുള്ള ആ ഇന്റർവെല്ലിൽ എത്ര കസ്റ്റമേഴ്സ് വന്നു, ഒരു കസ്റ്റമർ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഇവന്റ് ഒക്കെ സംഭവിച്ചതായിട്ട് കണക്കാക്കുക. അപ്പോൾ ആ 0 to T ടൈം ഗ്യാപ്പിൽ എത്ര കസ്റ്റമേഴ്സ് വന്നു എന്നുള്ളത് എക്സ് ഓഫ് ടി എന്ന് വിചാരിക്കാം. അപ്പൊ ആ എക്സ് ഓഫ് ടി നമുക്ക് ഓരോ ടീക്കും നമുക്ക് ഇതേപോലെ കാണാൻ പറ്റുമല്ലോ. ഓക്കെ, ആ എക്സ് ഓഫ് ടിയുടെ വാല്യൂ എന്തായിരിക്കും? എപ്പോഴും അതൊരു പോസിറ്റീവ് ഇന്റീജർ ആയിരിക്കും. സ്റ്റാർട്ടിങ് ടൈം 0 അല്ല, 0th ടൈമിലുള്ള കസ്റ്റമേഴ്സിന്റെ എണ്ണം എന്തായിരിക്കും? എപ്പോഴും 0 അല്ലേ? അതുപോലെ എക്സ് ഓഫ് ടിയുടെ വാല്യൂ പോസിറ്റീവ് ആയതുകൊണ്ട് അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ 0. പിന്നെ എക്സ് ഓഫ് ടി ടേക്ക് ഓൺലി പോസിറ്റീവ് ഇന്റീജർ വാല്യൂ, സെക്കൻഡ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. എക്സ് ഓഫ് ടി ഈസ് മോണോട്ടോൺ നോൺ ഡിക്രീസിങ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഡിക്രീസിങ് ആണ്. നോൺ ഡിക്രീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒന്നെങ്കിൽ അത് ഈക്വൽ ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, മോണോട്ടോൺ നോൺ ഡിക്രീസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അത് ഈ എക്സ് ഓഫ് ടിയുടെ വാല്യൂസ് ഒന്നെങ്കിൽ ടിയുടെ വാല്യൂ കൂടുന്നതിനനുസരിച്ച്, ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എക്സ് ഓഫ് ടിയുടെ വാല്യൂ ഒന്നെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, അതാണ്. കാരണം നിങ്ങൾക്ക് തന്നെ ഊഹിച്ചാൽ മനസ്സിലാവും. 0 to T, ഇപ്പോൾ ഉദാഹരണം ടി എന്ന് പറയുന്നത് ഒരു 1 hour ആണ് വിചാരിക്കുക. അപ്പോൾ 0 ടൈം തൊട്ട് 1 hour വരെയുള്ള ഗ്യാപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം സ്വാഭാവികമായിട്ടും അടുത്ത T2 ആയിട്ട് എടുക്കുമ്പോൾ 0 to 2 ടൈം വരെയുള്ള ടൈം ഗ്യാപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണത്തെക്കാളും, അല്ലെ, അത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഏതായിരിക്കും? 0 to 2 ടൈം വരെയുള്ള കസ്റ്റമേഴ്സ്. കാരണം അതിൽ 0 to 1 ടൈം വരെയുള്ള ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടല്ലോ. 1 കഴിഞ്ഞിട്ടല്ലേ 2 hours ആവുന്നത്. അപ്പോൾ 0 to 2 ടൈം വരെയുള്ള കസ്റ്റമേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 0 to 1 ടൈം ഗ്യാപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണത്തെക്കാളും സ്വാഭാവികമായിട്ടും ഒന്നെങ്കിൽ ചിലപ്പോൾ ആരും ഈക്വൽ ആയിട്ട് വരാം, അല്ലെങ്കിൽ ഒരു വലിയ നമ്പർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എക്സ് ഓഫ് ടി ഈസ് എ മോണോട്ടോൺ നോൺ ഡിക്രീസിങ്. അതുപോലെ ലാസ്റ്റ് പ്രോപ്പർട്ടി എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് എസ്, അതായത് എസ് ടി എന്ന് പറയുന്ന ഒരു ടൈം ഗ്യാപ്പ് കൺസിഡർ ചെയ്യാം. ഈ എസ് മുതൽ ടി വരെയുള്ള ടൈം ഗ്യാപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് എക്സ് ഓഫ് എസ് എന്ന് പറയുമ്പോൾ ഏത് ഇന്റർവെല്ലിലുള്ള കസ്റ്റമേഴ്സിന്റെ എണ്ണം കിട്ടുന്ന 0 to S വരെയുള്ള ആ ടൈം ഗ്യാപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം. അതേപോലെ ഏതാണ് നമുക്ക് എസ് ടി എന്ന് പറയുന്ന ടൈം ഗ്യാപ്പിലുള്ള കസ്റ്റമേഴ്സിന്റെ എസ് മുതൽ ടി വരെയുള്ള ടൈം ഗ്യാപ്പിലുള്ള കസ്റ്റമേഴ്സിന്റെ എണ്ണം കമ്പ്യൂട്ട് ചെയ്യണം. നമുക്ക് എക്സ് ഓഫ് എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to S വരെയുള്ള ടൈം ഗ്യാപ്പിലുള്ള കസ്റ്റമേഴ്സിന്റെ എണ്ണമാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, അല്ലേ? ഇതവിടെ നമ്മൾ പറഞ്ഞ ഡെഫിനേഷൻ പ്രകാരം. അതേപോലെ എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 to T വരെയുള്ള ടൈം ഗ്യാപ്പിലുള്ള കസ്റ്റമേഴ്സിന്റെ എണ്ണം, അല്ലെങ്കിൽ ആ ഇവന്റിന്റെ എണ്ണം. അപ്പോൾ എസ് മുതൽ ടി വരെയുള്ള എസ് ലെസ് ദാൻ ടി. ഓക്കെ, അപ്പൊ എസ് മുതൽ ടി വരെയുള്ള കസ്റ്റമേഴ്സിന്റെ എണ്ണം എങ്ങനെ കിട്ടും? അതായത് 0 to S, എസിനെ കാട്ടി വലുതാണ് ടി. അപ്പൊ ഇവിടെ തൊട്ട് ഇവിടെ ഈ ടൈമിലുള്ള അല്ലെങ്കിൽ ഈ ഗ്യാപ്പ്, ഈ ഇന്റർവെല്ലിലുള്ള കസ്റ്റമേഴ്സിന്റെ എണ്ണം എക്സ് ഓഫ് എസ്. 0 to ടി വരെയുള്ള ടൈം ഗ്യാപ്പിലുള്ള കസ്റ്റമേഴ്സിന്റെ എണ്ണം എക്സ് ഓഫ് ടി. അപ്പൊ എസ് മുതൽ ടി വരെയുള്ള ടൈം ഗ്യാപ്പിലെ കസ്റ്റമേഴ്സിന്റെ എണ്ണം എങ്ങനെ കിട്ടും? യെസ്, എന്തായിരിക്കും? എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് എസ് ചെയ്താൽ എസ് മുതൽ ടി ടൈം ഗ്യാപ്പിലുള്ള കസ്റ്റമർ, അതാണ് ഫോർത്ത് പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് എസ് is the number of events in the interval S to T. അപ്പൊ ഇതാണ് കൗണ്ടിങ് പ്രോസസ്. നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ്
റെസിഡിനൽ ടെലിഫോൺ എക്സ്ചേഞ്ച് അല്ലെങ്കിൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അറൈവിംഗ് ഇൻ എ ക്യൂ. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആയിട്ട് പറയാം? ഒരു കൗണ്ടിങ് പ്രോസസ്, അതായത് കൗണ്ട് ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, കൗണ്ടിങ്. അപ്പോൾ ഇതാണ് നമുക്ക് പറയേണ്ടത്. എന്താണ് പോയിസോൺ പ്രോസസ്? പോയിസോൺ പ്രോസസ് പറയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഈ കൗണ്ടിങ് പ്രോസസിന്റെ ഡെഫിനിഷൻ പറഞ്ഞത്. ഇനി എന്താണ് പോയിസോൺ പ്രോസസ് നോക്കാം. എ കൗണ്ടിങ് പ്രോസസ് x of t. ഒരു കൗണ്ടിങ് പ്രോസസ് certain കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ അതിനെയാണ് നമ്മൾ പോയിസോൺ പ്രോസസ് എന്ന് വിളിക്കുക. A counting process x of t which is called a Poisson process with rate lambda if it satisfies the following postulates. Postulates are conditions. Okay, എന്തൊക്കെയാണ് conditions? ഒന്നാമത്തെ condition, x of 0 equal to 0. ഓക്കെ, അത് ഓൾറെഡി ഉള്ളതാണ്. രണ്ടാമത്തെ കണ്ടീഷൻ, x of t has independent and stationary increment. ഈ ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ ഈ പോസ്റ്റുലേറ്റ് എന്താണ് മീൻ ചെയ്യുന്നത് നോക്കാം. ഒരു പ്രോസസ്സിന് ഇൻഡിപെൻഡന്റ് ഇൻക്രിമെന്റ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഡിസ്ജോയിന്റ് ഇന്റർവെല്ലിൽ വരുന്ന നമ്പർ ഓഫ്, അതായത് ഡിസ്ജോയിന്റ് ഇന്റർവെല്ലിലുള്ള നമ്പർ ഓഫ് ഇവന്റ്സിന്റെ എണ്ണം. ഓക്കെ, ദാറ്റ് മസ്റ്റ് ബി ഇൻഡിപെൻഡന്റ്. അതായത് നമ്മൾ ടൈം ഗ്യാപ്പ് പല 0 ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക ടൈം ഗ്യാപ്പ് കൺസിഡർ S1 T1 എന്ന് പറയുന്ന ടൈം ഇന്റർവെല്, അതേപോലെ വേറൊരു ടൈം ഇന്റർവെല് S2 T2. ഓക്കെ, ഈ രണ്ട് ടൈം ഇന്റർവെല്ലില് സംഭവിക്കുന്ന കസ്റ്റമർ ഇവന്റ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x of T1 മൈനസ് x of S1. ഓക്കെ, അതേപോലെ x of T2 മൈനസ് x of S2. ഇതാണ് ഈ ടൈം ഇന്റർവെല്ലിൽ സംഭവിക്കുന്ന നമ്പർ ഓഫ് ഇവന്റ്സിന്റെ എണ്ണം. ഈ എണ്ണം എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. നമ്പർ ഓഫ് ഇവന്റ്സ് ദാറ്റ് ഒക്കർ ഇൻ ഡിസ്ജോയിന്റ് ടൈം ഇന്റർവെൽ. നമ്മൾ എടുക്കുന്ന ടൈം ഇന്റർവെൽ ഡിസ്ജോയിന്റ് ആയിരിക്കണം. ഇവിടെ S1 T1 S2 T2 രണ്ട് ഡിസ്ജോയിന്റ് ഇന്റർവെൽ ആണ്. അങ്ങനെ ഏത് രണ്ട് ഡിസ്ജോയിന്റ് ഇന്റർവെല്ലില് സംഭവിക്കുന്ന നമ്പർ ഓഫ് ഇവന്റ്സിന്റെ എണ്ണം, അതായത് നമ്പർ ഓഫ് ഇവന്റ്സിന്റെ എണ്ണം ഇങ്ങനെ ആയിരിക്കുമല്ലോ വരിക. അതിന്റെ അപ്പർ ലിമിറ്റിലുള്ള അത് വെച്ചിട്ട് x of T1 മൈനസ് ലോവർ ഇന്റർവെല്ലിന്റെ ലോവർ ലിമിറ്റ് x of S1. അങ്ങനെ എടുക്കുമ്പോൾ ആ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്ക് ആ ഇന്റർവെല്ലിൽ എത്ര ഇവന്റ്സ് ഒക്കർ ചെയ്തു എന്നുള്ള എണ്ണം കിട്ടും. അതേപോലെ ഇവിടെ അതേപോലെ x of T2 മൈനസ് x of S2. അങ്ങനെ ഏത് രണ്ട് ഡിസ്ജോയിന്റ് ഇന്റർവെല്ലിൽ സംഭവിക്കുന്ന നമ്പർ ഓഫ് ഇവന്റ്സിന്റെ എണ്ണം, ആ എണ്ണം എന്തായിരിക്കണം? ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അത് തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാകാൻ പാടില്ല ആ എണ്ണങ്ങൾ. ഓക്കെ, അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ പറയാ x of t ഹാസ് ഇൻഡിപെൻഡന്റ് ഇൻക്രിമെന്റ് എന്ന് പറയുന്നത്. ഇനി അതേപോലെ ഈ കൗണ്ടിങ് പ്രോസസ് സ്റ്റേഷനറി
ആണെന്ന് പറയണമെങ്കിൽ, സ്റ്റേഷനറി ഇൻക്രിമെന്റ് ഉള്ള പ്രോസസ് ആണ് എന്ന് പറയണമെങ്കിൽ, അത് പറയണമെങ്കിൽ ഉള്ള കണ്ടീഷൻ ഇതാണ്: എക്സ് ഓഫ് ടി പ്ലസ് എച്ച് മൈനസ് എക്സ് ഓഫ് എസ് പ്ലസ് എച്ച്. ഈ ഇതിപ്പോ പറഞ്ഞാൽ രണ്ട് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു റാൻഡം വേരിയബിൾ ആണല്ലോ. അപ്പോൾ എക്സ് ഓഫ് ടി പ്ലസ് എച്ച് നമ്പറിന്റെ രണ്ട് റാൻഡം വേരിയബിളിന്റെ സമ്മ്, ഡിഫറൻസ്, ഇതൊക്കെ എന്തായിരിക്കും? വീണ്ടും റാൻഡം വേരിയബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് ഓഫ് ടി റാൻഡം വേരിയബിൾ. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക ഇന്റർവെല്ലിലുള്ള എസ് ടി എന്ന് പറയുന്ന ഇന്റർവെല്ലിലുള്ള നമ്പർ ഓഫ് ഇവന്റ്സിന്റെ എണ്ണം കിട്ടുന്ന വേണ്ടി നമ്മൾ എന്താ ഡിഫറൻസ് കൺസിഡർ ചെയ്യുന്നത്? എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ്. അപ്പൊ ഇതും എന്തായിരിക്കും? ഒരു റാൻഡം വേരിയബിൾ, കാരണം രണ്ട് റാൻഡം വേരിയബിളിന്റെ ഡിഫറൻസ് ആണല്ലോ. അപ്പോ നമ്മൾ എക്സ് ഓഫ് ടി, നമ്മൾ മുന്നേ പറഞ്ഞ എസ് ടി എന്ന് പറയുന്ന ഒരു ഇന്റർവെൽ കൺസിഡർ ചെയ്യുക. അപ്പൊ ഈ എസ് ടി എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ വരുന്ന നമ്പർ ഓഫ് ഇവന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് എസ് അല്ലേ? അപ്പൊ ഇതൊരു റാൻഡം വേരിയബിൾ ആണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ എസിന്റെയും ടിന്റെയും കൂടെ ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി എച്ച് ആഡ് ചെയ്യുന്നു, സ്മോൾ പോസിറ്റീവ് ക്വാണ്ടിറ്റി എച്ച്. അപ്പൊ നമുക്ക് ഇവിടെ എസ് ഇവിടെ എസ് പ്ലസ് എച്ച്, ടീന്റെ ഇവിടെ നിന്ന് ഒരു എച്ച് ആഡ് ചെയ്യുമ്പോൾ പുതിയൊരു പോയിന്റ് ടി പ്ലസ് എച്ച്. അപ്പം എസ് പ്ലസ് എച്ച് ടി പ്ലസ് എച്ച് എന്ന് പറയുന്ന ഇന്റർവെല്ലിൽ സംഭവിക്കുന്ന നമ്പർ ഓഫ് ഇവന്റ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യെസ്, എക്സ് ഓഫ് ടി പ്ലസ് എച്ച് മൈനസ് എക്സ് ഓഫ് എസ് പ്ലസ് എച്ച്. അപ്പോ ഈ വേരിയബിളിന്റെ പ്രോബബിലിറ്റി, ഇതൊരു റാൻഡം വേരിയബിൾ ആയിരിക്കും, ഇതും ഒരു റാൻഡം വേരിയബിൾ ആയിരിക്കും. ഈ രണ്ട് റാൻഡം വേരിയബിളിനും ഒരേ ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത് എങ്കിൽ, ഫോർ എനി എച്ച് ഗ്രേറ്റർ ദാൻ 0, ഈ രണ്ട് റാൻഡം വേരിയബിളും ഒരേ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും? ഈ കൗണ്ടിങ് പ്രോസസ് സ്റ്റേഷനറി ഇൻക്രിമെന്റ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഈ പോയിസോൺ പ്രോസസ് എന്ത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം? ആ പ്രോസസ്സിന് എന്തുണ്ടായിരിക്കണം? ഇൻഡിപെൻഡന്റ് ഇൻക്രിമെന്റ് ആയിരിക്കണം ആൻഡ് സ്റ്റേഷനറി ഇൻക്രിമെന്റും ഉണ്ടായിരിക്കണം. അതാണ് ആ സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത്. മൂന്നാമത്തെ കണ്ടീഷൻ, പ്രോബിലിറ്റി ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എക്സ് ഓഫ് ടി ഈക്വൽ ടു 1. ഇതൊന്ന് ഇവിടെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്നു നോക്കൂ. ടിയിലൂടെ കൂടെ ഒരു ചെറിയൊരു ഇൻക്രിമെന്റ് ആഡ് ചെയ്ത്, ഡെൽറ്റ ടി ആഡ് ചെയ്തിട്ടുള്ള ആ അപ്പൊ ഇത് പറഞ്ഞാല് ഒരു സ്മോൾ ഇന്റർവെൽ അല്ലെ? ഡെൽറ്റ ടി സ്മോൾ ക്വാണ്ടിറ്റി ആയിട്ട് കൺസിഡർ ടി പ്ലസ് ഡെൽറ്റ ടി ഇസ് എ സ്മോൾ ഇന്റർവെൽ. ഈ ടി പ്ലസ് ഡെൽറ്റ ടി ടൈം ഇന്റർവെല്ലില് സംഭവിക്കുന്ന നമ്പർ ഓഫ് ഇവന്റ്സിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? യെസ്, എക്സ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എക്സ് ഓഫ് ടി ചെയ്താൽ മതി അല്ലെ? ആ നമ്പർ ഓഫ് ഇവന്റ്സിന്റെ എണ്ണം 1 ആവാനുള്ള പ്രോബബിലിറ്റി അതെന്ന് പറയുന്നത് ഈ പറയുന്നത് എന്താണ്? ലാംഡ ഇൻറ്റു ഡെൽറ്റ ടി പ്ലസ് ഓ ഓഫ് ഡെൽറ്റ ടി. ഓക്കെ, ലാംഡ ഇൻറ്റു ഡെൽറ്റ ടി പ്ലസ് ഓ ഓഫ് ഡെൽറ്റ ടി ആയിരിക്കും. ഈ ലാംഡ എന്ന് പറയുന്നത് റേറ്റ്, നമ്മൾ ഈ പ്രോസസ്സിനകത്ത് ഒരു റേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാംഡ. ആ ലാംഡ ഇൻറ്റു ഡെൽറ്റ ടി, ഇന്റർവെല്ലിന്റെ ലെങ്ത് ഡെൽറ്റ ടി പ്ലസ് ഓ ഓഫ് ഡെൽറ്റ ടി എന്ന ഡെൽറ്റ ടിയിലൊരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, ഡെൽറ്റ ടിയിൽ വരുന്ന ഒരു ഫംഗ്ഷൻ എന്ന രീതിയിലാണ് where O of delta t is a function in delta t satisfies the condition that limit
where delta t tend to 0, O of delta t divided by delta t equal to 0. Okay. O of delta t is a function of delta t. Divide function divided by delta t is the limit delta t tend to 0 apply ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ആ ലിമിറ്റ് 0 ആവും. അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനാണ് O ഓഫ് ഡെൽറ്റ ടി. ഇതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. ഇനി നാലാമത്തെ കണ്ടീഷൻ, പ്രോബിലിറ്റി ഓഫ് എക്സ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എക്സ് ഓഫ് ടി greater than or equal to 2 is equal to O of delta t. അതായത് ഈ സ്മോൾ ടൈം ഗ്യാപ്പ് ടി പ്ലസ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ഇന്റർവെല്ലില് വരുന്ന അല്ലെങ്കിൽ സംഭവിക്കുന്ന നമ്പർ ഓഫ് ഇവന്റ്സിന്റെ എണ്ണം രണ്ടോ രണ്ടിൽ കൂടുതലാവാനുള്ള പ്രോബിലിറ്റി എന്നാൽ O ഓഫ് ഡെൽറ്റ ടി. അതൊരു ഡെൽറ്റ ടിയിലുള്ള ഒരു ഫംഗ്ഷൻ. അപ്പൊ ഇത്രയും കണ്ടീഷൻ സാറ്റിസ്ഫൈ. എന്തൊക്കെയാണ്? ഒരു കൗണ്ടിങ് പ്രോസസിന്റെ ഡെഫിനേഷൻ നമ്മൾ ആദ്യം പറഞ്ഞു. ഒരു കൗണ്ടിങ് പ്രോസസ്സ് പോയിസോൺ പ്രോസസ് ആണെങ്കിൽ ഉള്ള കണ്ടീഷൻ ഒന്നുകൂടി പറയാം. എക്സ് ഓഫ് 0 ഈക്വൽ 0. അതായത് ഇനീഷ്യൽ ടൈമിൽ നമ്പർ ഓഫ് ഇവന്റ്സിന്റെ എണ്ണം എന്തായിരിക്കണം? 0 ആയിരിക്കണം. സെക്കൻഡ് കണ്ടീഷൻ, എക്സ് ഓഫ് ടി ഹാസ് ഇൻഡിപെൻഡന്റ് ഇൻക്രിമെന്റ്. എന്താണ് ഇൻഡിപെൻഡന്റ് ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ജോയിന്റ് ടൈം ഇന്റർവെല്ലില് പ്രോസസ്സിന് സംഭവിക്കുന്ന നമ്പർ ഓഫ് ഇവന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നുള്ളതാണ് ഇൻഡിപെൻഡന്റ് ഇൻക്രിമെന്റ് എന്നുള്ളത്. അതേപോലെ എക്സ് ഓഫ് ടിക്ക് സ്റ്റേഷനറി ഇൻക്രിമെന്റും ഉണ്ടായിരിക്കണം. സ്റ്റേഷനറി ഇൻക്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് ഓഫ് ടി എക്സ് ഓഫ് ടി പ്ലസ് എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് എസ്. അതായത് എസ് ടി എന്ന് പറയുന്ന ടൈം ഗ്യാപ്പിൽ സംഭവിക്കുന്ന അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇവന്റ്സിന്റെ എണ്ണമാണ് എന്ത്? എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് എസ്. ഈ റാൻഡം വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷനും എസ് പ്ലസ് എച്ച് ടി പ്ലസ് എച്ച് എന്ന് പറയുന്ന ടൈം ഗ്യാപ്പിൽ സംഭവിക്കുന്ന നമ്പർ ഓഫ് ഇവന്റ്സിന്റെ എണ്ണം എക്സ് ഓഫ് ടി പ്ലസ് എച്ച് മൈനസ് എക്സ് ഓഫ് എസ് പ്ലസ് എച്ച്. ഇതിന് രണ്ടിനും എന്തായിരിക്കണം? ഒരേ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം, പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് എന്ത് പറയാം? ഈ പ്രോസസ്സിന് സ്റ്റേഷനറി ഇൻക്രിമെന്റ് ഉണ്ടെന്ന് പറയാം. അങ്ങനെ സെക്കൻഡ് കണ്ടീഷൻ അത് പറയുന്നു. മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ഒരു സ്മോൾ ടൈം ഗ്യാപ്പ് ടി പ്ലസ് ഡെൽറ്റ ടി എന്ന സ്മോൾ ടൈം ഗ്യാപ്പിൽ സംഭവിക്കുന്ന നമ്പർ ഓഫ് ഇവന്റ്സിന്റെ എണ്ണം 1 ആവാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ ലാംഡ ഇൻറ്റു ഡെൽറ്റ ടി പ്ലസ് O ഓഫ് ഡെൽറ്റ ടി. O ഓഫ് ഡെൽറ്റ ടി എന്താന്ന് പറഞ്ഞു? ഒരു ഫംഗ്ഷൻ ഓഫ് ഡെൽറ്റ ടി വിച്ച് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ ദാറ്റ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡ് ടു 0 O ഓഫ് ഡെൽറ്റ ടി ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു 0. ഫോർത്ത് കണ്ടീഷൻ എന്ന് പറയുന്നത് സ്മോൾ ടൈം ഗ്യാപ്പിൽ സംഭവിക്കുന്ന ടി പ്ലസ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞ സ്മോൾ ടൈം ഗ്യാപ്പിൽ സംഭവിക്കുന്ന നമ്പർ ഓഫ് ഇവന്റ്സിന്റെ എണ്ണം രണ്ടോ രണ്ടിൽ കൂടുതലുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് O ഓഫ് ഡെൽറ്റ ടി എന്ന് പറയുന്നത്. ഇതാണ് പോയിസോൺ പ്രോസസ്സിന്റെ ഡെഫിനിഷൻ. അപ്പം ഡെഫിനിഷൻ ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. ഇനി ഇതിൽ പറഞ്ഞ റേറ്റ് എന്ന് പറഞ്ഞ സംഭവം ലാംഡ എന്ന് പറയുന്നത് നമ്മൾ റേറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഇന്റൻസിറ്റി ഓഫ് പ്രോസസ് എന്നൊക്കെ പറഞ്ഞു. ഇത് സാധാരണഗതിയിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ടൈം. ഓക്കെ, ഇവിടുത്തെ ടൈമിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് സാധാരണ. അങ്ങനെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള പ്രോസസ്സിന് ഇഫ് ലാംഡ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് അതായത് ലാംഡ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, ഇഫ് ലാംഡ ഈസ് എ കോൺസ്റ്റന്റ്, ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അതൊരു കോൺസ്റ്റന്റ് ആയിട്ട് ഫോർ എനി ടൈമിന് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മൾ പോയിസൺ പ്രോസസ് ഈസ് കോൾഡ് ഹോമോജീനിയസ്. പോയിസൺ പ്രോസസ് ഈസ് കോൾഡ് ഹോമോജീനിയസ്. ഇനി ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക, ഇത് കോൺസ്റ്റന്റ് അല്ല ലാംഡ, വിത്ത് റെസ്പെക്ട് ടു ടൈം ടീനെ അത് അനുസരിച്ച് ലാംഡയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ട് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നോൺ ഹോമോജീനിയസ്. അതർവൈസ് ദ പ്രോസസ് ഈസ് കോൾഡ് നോൺ ഹോമോജീനിയസ്.
ഓക്കെ, നമ്മളപ്പോ നമ്മളെ ഈ ഒരു സെഷനിൽ നമ്മള് ഹോമോജീനിയസ്, അതായത് ലാൻഡ കോൺസ്റ്റന്റ് ആയിട്ട് വരുന്ന പോയിസൺ പ്രോസസ്സിനെ പറ്റി മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ നമുക്ക് ഈ പോയിസൺ പ്രോസസിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്പർ ഓഫ് ടെലിഫോൺ കോൾസ് അറൈവിംഗ് അറ്റ് എക്സ്ചേഞ്ച്. ഓക്കെ, അതുപോലെ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് അറൈവിംഗ് ഇൻ എ ക്യൂയിങ് സിസ്റ്റം, ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ക്യൂയിങ് തിയറിയിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ പോയിസോൺ പ്രോസസ്. അപ്പൊ ഇനി നമ്മൾ ഇതിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് പോയിസോൺ പ്രോസസ്. അപ്പൊ അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടി, ലെറ്റ് എക്സ് ഓഫ് ടി greater than or equal to 0 be a Poisson process. Poisson process let a p n t let a p n t equal to, then pnt is equal to probability of x of t is equal to n equal to e raised to minus lambda t raised to n divided by n factor, n equal to 0, 1, 2, etc. എന്താണ് ഇത് പറയുന്നത് നോക്കി. പ്രോപ്പർട്ടി എക്സ് ഓഫ് ടി ഒരു പോയിസോൺ പ്രോസസ് ആണ്. അങ്ങനെയെങ്കിൽ നമ്മള് മാർക്കോച്ചയിൽ എക്സ് ഓഫ് ടി ഈക്വൽ ടു എൻ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ എന്താണ് അറ്റ് എ ടൈം ടിയില് എൻ എന്ന വാല്യൂ കിട്ടാനുള്ള പ്രോപ്പർട്ടി അല്ലെ, അതിന്റെ സ്റ്റേറ്റ് എൻ ആയിട്ട് വരാനുള്ള പ്രോപ്പർട്ടി അല്ലെ. അപ്പോ അറ്റ് എ ടൈം ടിയില് നമ്പർ ഓഫ് അറ്റ് എ ടൈം എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മള് പോയിസോണിന്റെ ഡെഫിനേഷൻ പറഞ്ഞപ്പോ, അതെ 0 to t ടൈം ഇന്റർവെല്ലില് വരുന്ന അല്ലെങ്കിൽ കുറയുന്ന നമ്പർ ഓഫ് ഇവന്റ്സിന്റെ എണ്ണം, ആ എണ്ണം n ആവാനുള്ള പ്രോബിലിറ്റി, അതാണ് പ്രോബിലിറ്റി ഓഫ് എക്സ് ഓഫ് ടി. അതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ PNT എന്ന രീതിയിൽ എഴുതുന്നുണ്ട്. ആ പ്രോബിലിറ്റി വാല്യൂ ഇതാണെന്ന് പറയുന്നത് ഇവിടെ e raised to minus lambda t raised to n divided by n factorial. ഇതേപോലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? യെസ്, പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പോൾ ഈ പോയിസോൺ പ്രോസസ്സിന്റെ ഉള്ളിലുള്ള പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് ആക്ച്വലി ഇറ്റ് ഈസ് എ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. അതുകൊണ്ടാണ് അതിന്റെ പേര് തന്നെ പോയിസോൺ പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എന്താണ് എക്സ് ഓഫ് ടി ഈക്വൽ ടു എൻ ആണുള്ള പ്രോബിലിറ്റി e raised to minus lambda t raised to n ഡിവൈഡ് ബൈ, ഇവിടെ വെറും ലാംഡ എന്നല്ല, നമ്മൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ e raised to minus lambda raised to x ഡിവൈഡ് ബൈ x ഫാക്ടർ വരുന്നതായിരുന്നു. ഇവിടെ പോയിസോൺ പ്രോസസ് ഒരു റാൻഡം പ്രോസസ് ആയിട്ട് ടൈം പാരാമീറ്ററും കൂടി ഇവിടെ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് ടി വന്നത്. e raised to minus lambda t raised to n divided by n factorial n equal to 0, 1, 2, etc. അപ്പോ ഇതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി, number of probability of x of t plus s minus x of s. ഇതെന്തായിരുന്നു ഓർമ്മ ഉണ്ടോ ഈ പറഞ്ഞ ടൈം? എസ് മുതൽ ടി വരെയുള്ള ടൈ ഗ്യാപ്പിൽ സംഭവിക്കുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണാണ് എന്ത്, അല്ലെങ്കിൽ ഇവന്റ്സിന്റെ എണ്ണാണ് എന്ത്, എക്സ് ഓഫ് ടി മൈനസ് എക്സ് ഓഫ് എസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്തായിരിക്കുന്നത്, എക്സ് ഓഫ് ടി പ്ലസ് എസ് എസ്. അപ്പൊ നമുക്ക് ഇവിടെ അതിന് ഏത് ഇന്റർവെൽ ആയിട്ട് കൺസിഡർ ചെയ്യാം? എസ് എസ് പ്ലസ് ടി എന്ന രീതിയിൽ എടുക്കേണ്ടി വരും അല്ലെ. എസ് എസ് പ്ലസ് ടി, അതായത് എസിന്റെ കൂടെ ഒരു ടി ആഡ് ചെയ്തിട്ട് കിട്ടിയ പോയിന്റ് ആണ് എസ് പ്ലസ് ടി. അപ്പോൾ ഈ ഒരു ടൈം ഗ്യാപ്പിൽ സംഭവിക്കുന്ന കസ്റ്റമേഴ്സ് നമ്പർ ഓഫ് ഇവന്റ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് ഓഫ് എസ് പ്ലസ് ടി മൈനസ് എക്സ് ഓഫ് എസ്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ പ്രോപ്പർട്ടി പറയുന്നത് എക്സ് ഓഫ് ടി പ്ലസ് എസ് അല്ലെങ്കിൽ എക്സ് ഓഫ് എസ് പ്ലസ് ടി മൈനസ് എക്സ് ഓഫ് എസ് ഈക്വൽ ടു എൻ ആണുള്ള പ്രോപ്പർട്ടി. ഈ ഇന്റർവെല്ലിൽ വരുന്ന നമ്പർ ഓഫ് ഇവന്റ്സിന്റെ എണ്ണം
n ആളുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു e റേസ് ടു മൈനസ് ലാംഡ ടി റേസ് ടു n ഡിവൈഡഡ് ബൈ n ഫാക്ടോറിയൽ n ഈക്വൽ ടു 0, 1, 2 etc. ദാറ്റ് മീൻസ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്ത എക്സ് ഓഫ് ടി ഈക്വൽ ടു n ആയിരുന്നു. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്തതോ എക്സ് ഓഫ് ടി പ്ലസ് എസ് മൈനസ് എക്സ് ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറയുമ്പോൾ അവിടെ കൺസിഡർ വരുന്ന ഇന്റർവെൽ ഏതാണ്? 0 to t അല്ലെ? അതായത് ടി ലെങ്ത് ഉള്ള ഒരു ഇന്റർവെൽ ആണ് 0 to t എന്ന് പറയുന്ന ഇന്റർവെൽ. ഇവിടെ കൺസിഡർ ചെയ്യുന്ന ഇന്റർവെൽ നോക്കൂ, അവിടെ സ്റ്റാർട്ടിംഗ് ടൈം 0 അല്ല, ഇവിടെ എസ് ആണ്. ഇവിടെ 0 ആയിരുന്നു, ഇവിടെ എസ് അല്ല. പക്ഷെ ഇന്റർവെലിന്റെ ലെങ്ത് എന്താണ് ഈ ഇന്റർവെലിന്റെ ലെങ്ത്? ടി തന്നെയാണ് അല്ലെ? അതായത് ടി ലെങ്ത് ഉള്ള ഒരു ആർബിട്രറി ഇന്റർവെൽ ആണ് എന്താണ് എസ് പ്ലസ് ടി. ഇവിടെ എസ് 0 ആയാല് ഇവിടെ വരുന്ന അതേ ഇന്റർവെൽ തന്നെ കിട്ടും. ഓക്കെ, അപ്പോ എനി ഇന്റർവെൽ ഓഫ് ലെങ്ത് ടി, ആ ഇന്റർവെല്ലുള്ള ഇന്റർവെൽ എനി ഇന്റർവെൽ ഓഫ് ലെങ്ത് ടി, അങ്ങനെയുള്ള ഒരു ഇന്റർവെല്ലില് n കസ്റ്റമേഴ്സ് വരാനുള്ള പ്രോബിലിറ്റി എന്ത് തന്നെയാണ്? e റേസ് ടു മൈനസ് ലാംഡ ടി ഇൻറ്റു ലാംഡ ടി റേസ്, അത് സെയിം പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ സ്റ്റാർട്ടിംഗ് ടൈം 0 to t എന്നൊന്നുമില്ല, ഇന്റർവെലിന്റെ ലെങ്ത് മാത്രം നോക്കിയാൽ മതി. അതാണ് ലെങ്ത് ടി ആണോ, അതിന്റെ സ്റ്റാർട്ടിംഗ് ടൈം ഏത്, എൻഡിങ് ടൈം ഏത് ടൈമിൽ, അങ്ങനെയൊന്നുമില്ല. ഏത് ടൈമിലായാലും ഒരു ഇന്റർവെലിന്റെ പർട്ടിക്കുലർ ലെങ്ത് ഉള്ള ഇന്റർവെല്ലിൽ വരുന്ന കസ്റ്റമേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് അത് n ആകാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതായത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ, e റേസ്റ്റ് മൈനസ് ലാംഡ ടി റേസ്റ്റ് n ഡിവൈഡ് ബൈ n ഫാക്ടർ. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. അപ്പോൾ ശരി, ബാക്കി അടുത്ത ക്ലാസ് ചെയ്യാം. താങ്ക് യു.